ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് സ്വിച്ച് ഓൺ ചെയ്യുന്ന ലീവർ എല്ലാവരും വന്നും തൊട്ടു നോക്കാൻ സാധ്യതയുണ്ട്. അവർക്കാർക്കെങ്കിലും ഷോക്ക് അനുഭവപ്പെട്ട പിന്നെ അവർ ആ ചടങ്ങ് തന്നെ മാറ്റും. അത് സംഭവിച്ചുകൂടാ. ഗാഥയ്ക്ക് മാത്രമേ ഷോക്ക് അടിക്കാൻ പാടുള്ളൂ. അതിനൊരു മാർഗമുണ്ട് മാഡം. ഈ ഫോട്ടോയുടെ രഹസ്യം എന്താണെന്ന് തങ്ക എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാനിത് കൃഷ്ണയെ കാണിക്കും. ഞാൻ സമ്മതിക്കില്ലേ. എന്റെ മോളെ ഇത് കാണിക്കരുത്. എന്റെ മോളോട് ഈ കാര്യം സംസാരിക്കും വേണ്ട. നിങ്ങൾ പോവാനാ പറഞ്ഞത്. തങ്കം ദേ, പൊക്കോ. പോക. തങ്കം തങ്കം എന്തു പറ്റി? അമ്മേ, 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 അയ്യോ, അമ്മേ, 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 അയ്യോ, അമ്മേ, 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 കണ്ണു തുറക്കമ്മേ. ഞങ്ങള് വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു മോളെ. പെട്ടെന്നാണ്. അമ്മേ, അമ്മയ്ക്ക് എങ്ങനെ ഇടയ്ക്ക് വരാറുള്ളതാ. ഞാനങ്ങ് പേടിച്ചു പോയി. അമ്മേ, അമ്മേ, കണ്ണു തുറക്കമ്മേ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം മോളെ. വേണ്ട, കുറച്ചു കഴിയുമ്പോ ശരിയായിക്കോളും. കോപാലമ്മ പൊയ്ക്കോ. അമ്മേ, 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 കണ്ണു തുറക്കമ്മേ. അമ്മേ, അമ്മേ, അമ്മേ. ഗോപാലൻ പോയോ? പോയി. എന്റെ അമ്മ എന്താ പറ്റിയേ? അമ്മേ, അമ്മ, അമ്മ കരയില്ലേ അമ്മേ? അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങനെ കരയുന്നു? എനിക്ക് ഈ നശിച്ച ജീവിതം മടുത്തു. അയ്യോ, എങ്ങനെയാലും ചത്താ മതി. ഇപ്പൊ അമ്മയ്ക്ക് അസുഖമുള്ളത് കൊണ്ടല്ലേ? അതല്ലേ കൂടെ കൂടെ ഇങ്ങനെ വരുന്നേ. ഓപ്പറേഷൻ ചെയ്ത് അമ്മയുടെ അസുഖമൊക്കെ മാറുമ്പോ പിന്നീട് ഇത് വരില്ല കേട്ടോ. പെട്ടെന്ന് തങ്കം ബോധം കെട്ട് വീണപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി. പിന്നെ കൃഷ്ണ വന്നപ്പോഴാ സമാധാനമായി. എന്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോ കണ്ടപ്പോ തങ്കത്തിന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. ആ മുഖത്തിൽ ഒരു തുള്ളി രക്തം പോലും ഉണ്ടായിരുന്നില്ല. തെളിവ് കിട്ടുമെന്ന് അന്വേഷിച്ച് നടന്നിട്ട് ഒരു ഫോട്ടോ കിട്ടി. ഇനിയിപ്പോ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാനാ? ഇത് വെച്ച് ഒരുപാട് ചെയ്യാനുണ്ട് പ്രകാശ. കൃഷ്ണയുടെ തങ്കത്തിന്റെ അവസ്ഥ ഇപ്പൊ വലിയ കഷ്ടാ. ആ സുന്ദരിയുടെ പുറകെ നടന്നിട്ട് കാശ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ കിട്ടിയാൽ തന്നെ ഓപ്പറേഷൻ ആ തുക തികയത്തുമില്ല. തങ്കയെ രക്ഷിക്കാനുള്ള പണം സിത്താര മേഡത്തിന്റെ നിന്ന് വാങ്ങണം. അങ്ങോട്ട് ചെല്ലേ. നിങ്ങളുടെ തല വെട്ടി മതിലേ കയറ്റുവര്. ആ മുതലിനെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. എടി, നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ചെയ്യുന്നേ. എന്താ ചെയ്യേണ്ടെന്നറിയോ? എങ്ങനെയെങ്കിലും കൃഷ്ണയെ സിത്താര മേഡത്തിന്റെ മുന്നിലെത്തിക്കണം. എന്റെ ഗോപാലേട്ട, നടക്കുന്ന എന്തെങ്കിലും കാര്യം പറ. അളിയും പറയട്ടെന്ന്. നമ്മൾ സംശയിക്കുന്ന രണ്ട് വിധത്തിലായാലും കൃഷ്ണയെ കൺമുന്നിൽ കണ്ടാൽ സിത്താര മേഡം ഒന്ന് വിറയ്ക്കും. രണ്ടുപേരെയും പ്രസവിച്ച് സിത്താര മേഡം ആണെങ്കിൽ കൃഷ്ണ അന്നു മുതൽ കോടീശ്വരിയാ. ഇനി അതല്ല, രണ്ടുപേരെയും പ്രസവിച്ചത് തങ്കമാണെങ്കിൽ ഈ രഹസ്യം പുറത്തറിയാതിരിക്കാൻ സിത്താര മേഡം എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും. അതാ ഞാൻ പറഞ്ഞേ. അത് ഉഗ്രൻ ഐഡിയ. അപ്പൊ അളിയനെ അതിനുള്ള മാർഗം നോക്ക്. എനിക്കെന്താ തോന്നുന്നേന്നറിയോ? ഇതിന്റെ പിന്നാലെ പോയിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും പണി പോയി ചാടുമെന്നാ. എടി, നമുക്ക് പോയാൽ എന്താ പോകാനുള്ളത്? ആ പെങ്കൊച്ചിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അതായി. അങ്ങനെ കരുതിയാ മതി. പിന്നെ ഒരു കാര്യം, കൃഷ്ണയുടെ അതേ രൂപത്തിൽ വേറൊരു പെണ്ണുണ്ടെന്നുള്ള കാര്യം കൃഷ്ണ ഒരിക്കലും അറിയരുത്. അത് അറിയേണ്ട സമയത്ത് അറിഞ്ഞാ മതി. എന്തായാലും ഒരു പൊട്ടിത്തെറി ഉറപ്പാ. ഹോ, എന്റെ ഭഗവാനെ കാത്തോണേ.
എന്താ മാഡം, എന്താ കാണണമെന്ന് പറഞ്ഞേ? ഫാക്ടറിയിലെ ചീഫ് ഇലക്ട്രീഷ്യൻ താനല്ലേ? അതെ. ഈ പണം തനിക്കുള്ളതാ. അയ്യോ മാഡം, എനിക്ക് നവീൻ സാർ കൃത്യമായി ശമ്പളം തരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ആവശ്യം എന്താ? ഇത് നവീൻ അറിയാതെ തരുന്നതാ. ഈ പണത്തിന് പകരം താൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ മാഡം? ഫാക്ടറി ഉദ്ഘാടനത്തിന് സ്വിച്ച് ഓൺ ചെയ്യുന്നത് ഗാഥയാണ്. അറിയാം. അവള് സ്വിച്ച് ഓൺ ചെയ്യുമ്പോ അതിൽ ഷോക്ക് ഉണ്ടാവണം. അവള് മരിക്കാനുള്ള ഷോക്ക്. മാഡം, മാഡം എന്തൊക്കെയാ പറയുന്നത്? അതൊന്നും ശരിയാവില്ല. നവീൻ സാർ അറിഞ്ഞ് എന്റെ ജോലി പോകുന്ന മാത്രമല്ല, എന്റെ കഴുത്തിന് മുകളിൽ തല പോലും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞതുപോലെ ഗാഥാ ശ്രീനിവാസൻ എന്തെങ്കിലും സംഭവിച്ച ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ പണത്തിന്റെ 10 ഇരട്ടി ഞാൻ തരും. ആരും അറിയാതെ, ആർക്കും ഒരു സംശയം തോന്നാതെ അത് ചെയ്യാൻ തനിക്ക് പറ്റും. ഒരായുസ് മുഴുവൻ അധ്വാനിച്ചാലും നിനക്ക് കിട്ടാത്തത് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ തരും. പറ്റുമോ? മാഡം, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവരുത്. അത് തന്റെ മിടുക്ക് പോലെ ഇരിക്കും. ആ, ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് സ്വിച്ച് ഓൺ ചെയ്യുന്ന ലീവർ എല്ലാവരും വന്നും തൊട്ടു നോക്കാൻ സാധ്യതയുണ്ട്. അവർക്കാർക്കെങ്കിലും ഷോക്ക് അനുഭവപ്പെട്ട പിന്നെ അവർ ആ ചടങ്ങ് തന്നെ മാറ്റും. അത് സംഭവിച്ചുകൂടാ. ഗാഥയ്ക്ക് മാത്രമേ ഷോക്ക് അടിക്കാൻ പാടുള്ളൂ. അതിനൊരു മാർഗമുണ്ട് മാഡം. എല്ലാവരും ചെക്ക് ചെയ്യുന്ന സമയത്ത് സാധാരണ പോലെ ലിവറിലേക്ക് കണക്ഷൻ കൊടുക്കാം. ആ ഉദ്ഘാടനത്തിന് അവർ എഴുന്നേറ്റ് വരുമ്പോൾ വേറൊരു കണക്ഷനിൽ നിന്ന് ഞാൻ ഷോക്ക് കൊടുക്കാം. ആ മതി. സ്വന്തം കുടുംബത്തില് ഇങ്ങനൊരു അതിക്രമം കാണിക്കണമെന്ന് കരുതിയിട്ടല്ല കേട്ടോ. നവീന്റെ അമ്മയ്ക്ക് വേണ്ടിയാ. ഗാഥ നവീനെ വിവാഹം കഴിച്ച നവീന് പടുമരണമാണെന്നാ ജോത്സ്യം പറഞ്ഞിരിക്കുന്നേ. അതെ അതെ, നവീനാണെങ്കിൽ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നുമില്ല. അപ്പൊ പിന്നെ ഞങ്ങള് കുടുംബക്കാർക്ക് ഇങ്ങനൊരു കാര്യമല്ലേ ചെയ്യാൻ പറ്റും. നവീന്റെ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ ഇതറിയാം. ആഹാ, അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണോ? ആ, സാറിന്റെ ജീവന്റെ കാര്യമല്ലേ, പിന്നെന്ത് നോക്കാനാ, ഞാൻ ഏറ്റു. നമ്മൾ കണ്ടതും താൻ ചെയ്യുന്നതും ഒക്കെ രഹസ്യമായിരിക്കണം. ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളോട് പോലും പറയരുത്. ഓക്കെ മാഡം.